നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് 3 ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. 1, 2, 3 ഈ നമ്പർ സെലക്ട് ചെയ്ത് വെച്ചോളൂ. 1, 2, 3. എന്നിട്ട് നമുക്ക് ഏഞ്ചൽ മെസ്സേജസും 3 പേർക്കുള്ളതും പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇമോഷണൽ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഏഞ്ചൽ മെസ്സേജസ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന വിശ്വാസത്തില് ഞാനിത് മാറ്റുകയാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു 3 കാർഡാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ നോക്കുകയാണ്. കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് തരല്ലേ. ഓക്കെ, ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ട്രൂ ലവ് ആണെന്നാണ് പറയുന്നത് നിങ്ങളുടേത്. ട്രൂ ലവിന്റെ അടുത്ത് തന്നെ ഡിസെപ്ഷനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഇവിടെ ഒരു നിങ്ങൾ രണ്ടുപേരായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങളോട് ട്രൂ ലവ് ആണ്. പക്ഷേ നിങ്ങൾ ഇവിടെ വേറൊരാളുമായിട്ടും കൂടി ഇഷ്ടത്തിലാണോ? ഈ വ്യക്തിയോട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. വ്യക്തി നിങ്ങളോട് ഭയങ്കര സീരിയസ് ആണ്, പക്ഷെ നിങ്ങൾ അത്രയും അങ്ങോട്ട് സീരിയസ് അല്ല. നിങ്ങൾ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയി എടുത്തിട്ടില്ല. നിങ്ങൾ വിൻഡോ ഷോപ്പിംഗ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. കാരണം ഓക്കെ, ഇത് നോക്കാം, ഇതൊരു ബെറ്റർ ആണ്, പക്ഷെ വേറൊരാളും കൂടി ഉണ്ട്, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഈ വ്യക്തി നിങ്ങളോട് വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചില കുറവുകൾ ഈ വ്യക്തിയിൽ നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ വേറൊരാളുമായിട്ട് ആണ് ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്, പക്ഷെ ആ വ്യക്തി നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വിശ്വസിക്കാൻ പറ്റിയ ഒരു വ്യക്തി അല്ല എന്നാണ് പറയുന്നത്. ആ വ്യക്തി നിങ്ങളോട് ഫ്ലേർട്ട് ചെയ്യുകയാണ്. അപ്പൊ ചിലപ്പോൾ ആ വ്യക്തി ഈ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെക്കാളും കാണാൻ നല്ലതായിരിക്കാം. ചിലപ്പോ ജീവിത സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ ബെറ്റർ ആയിരിക്കാം. പക്ഷെ ആ വ്യക്തി നിങ്ങളെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ഇവിടെ രണ്ടുപേരായിട്ടാണ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോ നിങ്ങളെ സ്നേഹിക്കുന്ന ആള്, നിങ്ങൾ ആത്മാർത്ഥ സ്നേഹിക്കുന്ന വെച്ചാൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളോട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേറൊരാളുമായിട്ടുള്ള ബന്ധമുള്ളത് ആ വ്യക്തി നിങ്ങളെ ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകണോ എന്ന കാര്യത്തില്. പക്ഷെ ആ വ്യക്തി നിങ്ങളോട് വെറുതെ ഫ്ലേർട്ട് ചെയ്യുകയാണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് വഞ്ചിയിലാണ് കാലിട്ട് വെച്ചിരിക്കുന്നത്. വെച്ചാൽ ഒരാള് നിങ്ങളെ സ്നേഹിക്കുന്ന ആളും മറ്റേ ആള് നിങ്ങൾ സ്നേഹിക്കുന്ന ആള്. ആ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് നിങ്ങളോട് യെസ് പറഞ്ഞില്ലെങ്കിൽ ഉടനെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുടെ പുറകെ പോകും. അതാണ് ഒരു പ്ലാൻ. പക്ഷേ ഇത് നിങ്ങൾക്കൊരു പണിയാവും. എന്ന് വെച്ചാല് നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ നിങ്ങളെ ശരിക്കും പറഞ്ഞാല് എന്താ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാള് ആയിരിക്കും, നിങ്ങളുടെ മനസ്സിലുള്ള ഒരാളായിരിക്കില്ല നിങ്ങളുടെ സോൾമേറ്റ്. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പൊ ആ വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ
നിങ്ങൾക്ക് കരയാനേ സമയമുണ്ടാവുള്ളൂ. ആളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയെ വലിപ്പിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ വലിപ്പിക്കുകയാണ്. ഇത് എല്ലാം കർമ്മഫലം എന്നാണല്ലോ പറയണത്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങള് ബുദ്ധിമതിയായ ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിമാനായ ഒരാളാണെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ആളോട് നിങ്ങൾ യെസ് പറഞ്ഞേക്കുക. എന്നും ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആവണം എന്നില്ല. മനസ്സിലാവുണ്ടോ? ആ വ്യക്തിക്ക് നിങ്ങൾ വേറൊരാളെ സ്നേഹിക്കുന്നു എന്ന് അറിയാൻ ഇട വന്നാൽ ചിലപ്പോൾ അയാൾ വേണ്ടാന്ന് വെക്കും ഈ റിലേഷൻഷിപ്പ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആളെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. മറ്റേയാളെ നിങ്ങൾ വിട്ടുകളയണം എന്നാണ് പറയുന്നത്. കേട്ടോ? നമ്മളെല്ലാവരും ചഞ്ചല ചിത്തരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് കയറുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാർഡ്സിന്റെ റീഡിങ്. ഇനി രണ്ടാമത്തെ ഏഞ്ചൽ മെസ്സേജ് നമുക്ക് നോക്കാം. കേട്ടോ? രണ്ടാമത്തെ ഏഞ്ചൽ മെസ്സേജ്, രണ്ടാമത്തെ നമ്പർ എടുത്തവർക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, അല്ലെ? നിങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്, അതിപ്പോ വിവാഹത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ മറ്റേയാളെ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അല്ലെ? നിങ്ങൾക്ക് അങ്ങോട്ട് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല ഈ വ്യക്തി തന്നെ ഈ വ്യക്തിയെ തന്നെ നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിന് തടസ്സം നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളെ ജോലിക്ക് അയക്കില്ല എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പേടിയുണ്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ അത്രയും സക്സസ്ഫുൾ ആകില്ല എന്ന്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് റിലേഷൻഷിപ്പിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുള്ളൂ എന്നാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ടാവും ലോകത്ത്. നമ്മൾ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യരുത് മറ്റുള്ളവരെ. അപ്പോ യു ഡിസേർവ് ലവ് എന്നാണ് പറഞ്ഞത്. നിങ്ങളും സ്നേഹിക്കപ്പെടാനുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള അനുഭവം, നിങ്ങൾ പ്രപ്പോസൽ വന്നപ്പോഴും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് കയറിയപ്പോഴൊക്കെ ചീത്ത അനുഭവങ്ങളായിരിക്കും. കാരണം നിങ്ങൾ കരിയറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾക്ക് മാരേജിൽ മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ റിലീജിയനിലെ ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് മിക്സ്ഡ് മാരേജ് ആയിരിക്കും. ഒരാൾ ഹിന്ദു മുസ്ലിം, ഒരാൾ മുസ്ലിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ക്രിസ്ത്യനോ മുസ്ലിമോ അങ്ങനെ എന്തോ ഒരു മിക്സ്ഡ് റിലീജിയൻ ആയതുകൊണ്ട് അതുകൊണ്ടും നിങ്ങൾക്ക് കല്യാണത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാള് വേണം. ഒരാളെ കണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ മിക്കവരും കാല് മാറുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ടെൻഷനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു ഇതിൽ പോയിട്ടുണ്ട്, ഒരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു റീകൺസിലിയേഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഒരു റിലേഷന്റെ നിങ്ങളുടെ പേരൻസിന്റെ കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം രണ്ട് മിക്സ്ഡ് ആണെന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് പോയ ഒരാള് മിക്കവാറും ഇത് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യണ്ട, ഇത് പതുക്കെ തിരിച്ചു വന്നോളും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്നിരുന്ന ഈ വ്യക്തി ഇപ്പൊ തൽക്കാലത്തേക്ക് അയ്യോ വീട്ടുകാരെ സമ്മതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ആ വ്യക്തി തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അപ്പൊ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഹോപ്പുകൾ, ആശകൾ ഇതൊന്നും നിങ്ങൾ വേണ്ടാന്ന് വെക്കണ്ട. അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ വ്യക്തി തിരിച്ചു വരാൻ പോകുന്നത്. കാരണം ഈ വ്യക്തി ഒരു മൂച്ചിലങ്ങ് പോയതാണ്, നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആലോചിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വേറെ ആരുമായിട്ടും കണക്ഷൻ വെക്കാൻ പറ്റില്ല. തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുമെന്നാണ് പറയുന്നത്. കേട്ടോ? അപ്പൊ രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് നമ്മളിപ്പോ നോക്കിയത്. ഇനി നമ്മൾ മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് നോക്കുന്നത്. ഭവാനി,
Alright. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങളുടേതൊരു പൂർവജന്മ ബന്ധമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ന്യൂ റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ, അല്ലെ? ഓക്കെ. പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് വലിയ പരിചയമില്ല, വ്യക്തിയെ അത്ര അധികം അറിയില്ല. എന്നാലും നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഈ വ്യക്തിയോട് തോന്നുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് മ്യൂച്വൽ ആണ് കേട്ടോ. ഇതിനു മുമ്പും നിങ്ങൾ തമ്മില് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ ജന്മത്തിലല്ല, ഇതിന് മുമ്പത്തെ ജന്മത്തിൽ. അപ്പൊ അതുകൊണ്ടുള്ള ആ ഒരു ബോണ്ട് ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അധികം ഈ ഒരു വ്യക്തിയെ അങ്ങനെ പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് യെസ് പറയുന്നത്, അല്ലെങ്കിൽ അയാളോട് അടുക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് തുറന്ന് പറയാം ആ വ്യക്തിയോട്. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് തുറന്ന് പറയാമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇതിനൊരു തീരുമാനം കിട്ടും. ഇപ്പൊ നിങ്ങൾ കൺഫ്യൂഷനിലാണ്. ചിലപ്പോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണെങ്കിലും ചില സമയത്ത് നമുക്ക് ഒരാളെ പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെ? ചിലരെ നമുക്ക് കാണുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല, അത് പിന്നീട് വഴക്കടിക്കും. ദേഷ്യം വരുന്നല്ല, നമുക്ക് നമ്മളുടെ സ്വഭാവത്തിന് എതിരായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് അയാളോട് ദേഷ്യം വരും. അപ്പൊ ആദ്യം വഴക്കിട്ടായിരിക്കും നിങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ഈ വ്യക്തിയോട് തോന്നുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തിനാ ഇതിങ്ങനെ, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, പിന്നെ ഇയാളോട് എനിക്ക് എന്താ ഇത്ര അട്രാക്ഷൻ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ട്. പക്ഷെ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് വെളിവായി വരുമെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ പറയണം. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വ്യക്തിയോട് തുറന്ന് സംസാരിക്കണം കേട്ടോ. തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പൊ ആ വ്യക്തിക്കും നിങ്ങളെ ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ സഹായിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായ ഒരാളുമായിട്ട് ഈ വ്യക്തിയെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഈ തലവേദന ഉണ്ടാക്കുന്നതെന്നാണ്. അത് വിട്ടുകളയുക. ഓരോരുത്തർക്കും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഓരോ എക്സ്പീരിയൻസും ഡിഫറെന്റ് ആണ്. നമ്മൾ അതിനെ പഴയ എക്സ്പീരിയൻസ് ആയിട്ട് ചേർത്ത് വെക്കാൻ നോക്കരുത്. അപ്പോഴാണ് പണി കിട്ടുന്നത്. അപ്പോൾ ഓരോ എക്സ്പീരിയൻസും പുതിയ എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുക. ഓരോ എക്സ്പീരിയൻസും വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. ഇതിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല കേട്ടോ. ഇവിടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. കുറച്ച് എന്താ പറയാ, പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് കിട്ടുന്നല്ല, നിങ്ങൾ വളരെ അധികം കാത്തിരിക്കേണ്ടി വരില്ല ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ. ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്. വെറുതെ പാസ്റ്റിലെ കാര്യങ്ങൾ വിചാരിച്ചിട്ട് ഇത് നശിപ്പിച്ച് കളയരുതെന്നാണ് കാണിക്കുന്നത്. അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പൊ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.